ഗായ്സ്, ഡൽഹിയിൽ തന്നെ ബ്രാൻഡഡ് ഐറ്റംസ് വിലക്കുറവിൽ എന്ന് പറഞ്ഞാൽ തുച്ഛമായ വിലക്കുറവിൽ കിട്ടുന്ന വേറൊരു സ്ഥലമില്ല. നമുക്ക് അങ്ങോട്ടേക്ക് വിട്ടാലോ? ഡൽഹിയിൽ നല്ലൊരു പർച്ചേസ് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും വരേണ്ട ഒരു സ്ഥലമാണ് ഡൽഹിയിലെ ചോർ ബസാർ. നമ്മുടെ ജമാ മസ്ജിദിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഈ മാർക്കറ്റ് ഉള്ളത്. എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 4 മണി മുതൽ 11 മണി വരെ മാർക്കറ്റ് ഉണ്ടെങ്കിലും ഏകദേശം ഒരു 8 മണിയാകുമ്പോൾ തന്നെ ഈ മാർക്കറ്റെല്ലാം കാലിയാകും. ബ്രാൻഡഡ് ആയിട്ടുള്ള ഷർട്ട്, പാൻസ്, കമ്പ്യൂട്ടർ, മൊബൈൽ, ഷൂസ്, ബാഗ്, അങ്ങനെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. അത് ഏറ്റവും തുച്ഛമായ വിലയിൽ. ഇത് കേട്ട് അങ്ങോട്ട് പോകുന്നവരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങളെയും നിങ്ങളെ സാധനങ്ങളെയും നിങ്ങൾ തന്നെ സൂക്ഷിക്കുക. പിന്നെ ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ വാങ്ങുന്നവനും അറിയാം, വിൽക്കുന്നവനും അറിയാം ഇവിടുത്തെ ഏകദേശം എല്ലാ സാധനങ്ങളും കട്ട മുതലാണെന്ന്. എന്ന് വെച്ചാൽ എല്ലാം അങ്ങനെയാണെന്നല്ല കേട്ടോ, ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളും ഇവിടെ കിട്ടും. പിന്നെ മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ നല്ല രീതിയിൽ ബാർഗെയിൻ ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ ഇവർ പറയുന്ന റേറ്റിനേക്കാളും കുറച്ച് റേറ്റിന് നമുക്ക് സാധനങ്ങൾ മേടിച്ചെടുക്കാൻ പറ്റും. ഇത് ക്യാമറയുടെ സെക്ഷനാണ് കേട്ടോ. ഇവിടെ ഒരു ഫോട്ടോ എടുക്കാൻ അവർ സമ്മതിക്കത്തില്ല. കട്ട മുതലായതുകൊണ്ടായിരിക്കാം നമ്മൾ ആരും കാണാതെയൊക്കെയാണ് ഈ ഫോട്ടോയും വീഡിയോകളൊക്കെ എടുക്കുന്നത്. 15,000 രൂപയാണ് ഈ ക്യാമറ റേറ്റ് എന്നൊക്കെ പറയുന്നത്. ഇത് ബ്ലൂടൂത്ത് സ്പീക്കർ, പവർ ബാങ്ക്, എയർപോഡ്, ക്യാമറ എന്ന് പറയുമ്പോൾ CCTV ക്യാമറ ഇവിടുന്ന് ഊരിക്കൊണ്ടുവന്ന ഐറ്റമാണ്. പിന്നെ ഡ്രോണൊക്കെ ഇവിടെ പറത്തി കാണിക്കുന്നുണ്ട്. ജസ്റ്റ് പറത്തതേ ഉള്ളൂ, കാരണം നല്ല രീതിയിൽ പറത്തിക്കാൻ അത് ആരെങ്കിലും തൂക്കിക്കൊണ്ടുപോകും. അതൊരു പാൻസിൻ്റെ ഒക്കെ ഒരു ഷോപ്പാണ് കേട്ടോ. ഈ പാൻസിന് ഞാൻ പറഞ്ഞത് 250 രൂപയാണ്. ഞാൻ കുറേ വട്ടം അവൻ്റെ ചോദിച്ചായിരുന്നു 200, 150 ആ റേറ്റിനൊക്കെ കിട്ടുമെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഒരു വിധത്തെ അവൻ തരത്തില്ല. സാറയുടെ പാൻസ് ആണെന്ന് കേട്ടോ അവൻ പറയുന്നത്. ഒറിജിനലാണെന്നാണ് അവൻ പറയുന്നത്. എനിക്ക് കണ്ടിട്ട് ഒറിജിനലായിട്ട് തോന്നുന്നില്ല, പക്ഷേ അവൻ പറയുന്നത് ഒറിജിനലാണെന്നൊക്കെ പറയുന്നത്. ഞാൻ കുറേ അവൻ്റെ കിടന്ന് ചോദിച്ചായിരുന്നു 200 രൂപയ്ക്ക് തരുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഒരു വിധത്തിൽ അവൻ തരത്തില്ല. പിന്നെ 2 പാൻസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു എങ്കിൽ ശരി 200 രൂപയ്ക്ക് എടുക്കാൻ പറഞ്ഞു. പിന്നെ ഞാൻ മേടിച്ചില്ല. ഞാൻ കുറേ അവൻ്റെ ചോദിച്ചു 200 രൂപയ്ക്ക് തരുമോ എന്ന് ചോദിച്ചിട്ട് അവസാനം 2 എടുക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് 200 രൂപയ്ക്കായിരുന്നു. പിന്നെ ഞാൻ മേടിച്ചില്ല. ഇത് എയർപോർട്ടിൻ്റെ ഒരു കോപ്പിയാണ് കേട്ടോ, ഫസ്റ്റ് കോപ്പിയാണിത്. നമുക്കിത് അവർ 1000 രൂപയാണ് നമ്മളോട് പറഞ്ഞത്. നമുക്ക് അവസാനം ഇത് 300 രൂപയ്ക്ക് നമുക്ക് തരാമെന്ന് പറഞ്ഞു. കുറച്ചും കൂടെ നിന്നിരുന്നെങ്കിൽ ഒരു 150 രൂപയ്ക്ക് നമുക്ക് കിട്ടിപ്പോയാനത്. से सावधान रहे, अपने जेब, मोबाइल, पर्स और अपने कीमती सामान का ध्यान रखें। किसी अनजान व्यक्ति पर आप विश्वास न करें और अपने आगे पीछे जेब कतरों से सावधान रहे. ഇത് നൈക്കിയുടെ ഒരു ഒറിജിനൽ ഷൂ ആണ് കേട്ടോ. അത് ഫ്രഷ് സാധനമാണത്. ഇതവർ പറഞ്ഞ റേറ്റ് എന്ന് പറഞ്ഞാൽ 2500 നമ്മളിവിടെ ഒന്ന് ചെക്ക് ചെയ്ത് ഒറിജിനൽ ആണെങ്കിൽ മാത്രം നമ്മൾ എടുത്താൽ മതി. നല്ല രീതിയിൽ ബാർഗെയിൻ ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവന്മാരിത് 1200, 1500 ആ റേറ്റിന് നമുക്ക് ഈ ഷൂ നമുക്ക് കിട്ടും. കാഷ്യറിൻ്റെയും G-Shockൻ്റെയും ടൈറ്റാൻ്റെയും ഒറിജിനൽ വാച്ചുകളാണ് കേട്ടോ ഈ ഇരിക്കുന്നത്. ഇതൊക്കെ ഒരു 500 രൂപയാണ് അവർ സ്റ്റാർട്ടിങ് പറയുന്നത്. നമ്മൾ നല്ല രീതിയിൽ വില പേശുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 300, 250, 150 ആ റേറ്റിനൊക്കെ നല്ല വാച്ചുകൾ നമുക്ക് കിട്ടും. ഇതാണോ നൈക്കിയുടെ ഒരു ഒറിജിനൽ ഷൂ ആണിത്. നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ചെക്ക് ചെയ്തൊക്കെ നോക്കാൻ പറ്റും കേട്ടോ. നമ്മൾ ചെക്ക് ചെയ്തിട്ട് ഒറിജിനൽ ആണെങ്കിൽ മാത്രം നമ്മൾ എടുത്താൽ മതി. 2500 രൂപയാണ് ഇവരിത് പറയുന്നത്. ഇതുണ്ട് സോണിയുടെ TV ആണത്. ഗൂഗിളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന നല്ല രീതിയിലുള്ള TV ആണ്. നമുക്കിത് യൂട്യൂബിലൊക്കെ വീഡിയോ ഒക്കെ ഇട്ട് കാണിച്ചു തരികയാണ് ഇവർ. നല്ല രീതിയിൽ ചെക്കൊക്കെ ചെയ്തിട്ട് നമ്മൾ എടുത്താൽ മതി. 3000 രൂപയാണ് ഇവർ ഈ TVക്ക് റേറ്റ് പറയുന്നത്. ഇതിനേക്കാളും വലിയ ഇഞ്ച് വരുന്ന TV ഉണ്ട് കേട്ടോ. 6000 രൂപ, 8000 രൂപ അങ്ങനെ പോകും. സൈസ് അനുസരിച്ച് TVയുടെ റേറ്റിംഗ് കൂടും. ഇതാണ് അടുത്തൊരു ഷോപ്പാണ്. ഈ ഷോപ്പിൽ സാംസങ്ങിൻ്റെ TVകളാണ് കേട്ടോ. 4500 രൂപയാണ് അവർ പറയുന്നത്. നമ്മൾ വേടിക്കാനാണെന്നുണ്ടെങ്കിൽ 3000, 3500 രൂപയ്ക്ക് നമുക്ക് കിട്ടും. പിന്നെ ഈ ലാപ്ടോപ്പുകൾ 3500 രൂപയാണ് പറയുന്നത്. ചെക്കൊക്കെ ചെയ്ത് നോക്കി ഓക്കെ ആണെങ്കിൽ മാത്രം നമ്മൾ മേടിച്ചാൽ മതി. 3500 രൂപയാണ് ലാപ്ടോപ്പിൽ. ഇതുണ്ട് ജാക്കറ്റിൻ്റെയൊക്കെ ഒരു ഏരിയയാണ്. റൈഡിങ് ജാക്കറ്റിനൊക്കെ 1500, 2000 രൂപയ്ക്കാണ് അവർ പറയുന്നത്. നമുക്ക് മേടിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വില പേശിക്കാൻ ഒരു 800, 1000 രൂപയൊക്കെ കിട്ടും. റൈഡിനൊക്കെ പോകാൻ താല്പര്യമുള്ളവരും ജാക്കറ്റൊക്കെ വേണമെന്നുള്ളവർ ഇവിടെ നിന്ന് വെച്ചാൽ 1000, 800 ആ റേറ്റിനൊക്കെ സാധനം കിട്ടും. ഇതുണ്ട് വണ്ടിയുടെ ഹോണും കാര്യങ്ങളൊക്കെ കിട്ടുന്ന കടയാണ്. ഏതെങ്കിലും വണ്ടിയിൽ നിന്ന് ഊരിക്കൊണ്ടുവന്നൊക്കെ ആയിരിക്കും. അവർ ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. സൗണ്ടൊക്കെ നല്ല പൊളപ്പൻ സൗണ്ടുകളാണ്. വേണമെന്നുള്ളവർ വന്ന് മേടിക്കും. നല്ല സൗണ്ടാണ്. നമുക്ക് ചെക്കൊക്കെ ചെയ്യാനുള്ള അവസരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ 600, 500 ആ റേറ്റിന് കിട്ടുന്ന ഷൂകളാണ് കേട്ടോ. അത് കോപ്പിയാണ്. അത് ഫസ്റ്റ് കോപ്പി സാധനങ്ങളാണ്. 800, 600 ആ റേറ്റൊക്കെയാണ് ഈ ഷൂവിൻ്റെയൊക്കെ റേറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഇട്ടൊക്കെ നോക്കാം. ഇട്ടൊക്കെ നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടതിനെ വാങ്ങാം. 800 രൂപയ്ക്കാണ് പറയുന്നത്. പറ്റുന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ വന്ന് ഷൂ ഒക്കെ മേടിക്കണം കേട്ടോ. ഒട്ടനവധി ഷൂകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ നമ്മൾ സെലക്ട് ചെയ്ത് നോക്കി മേടിക്കണം. ഇത് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഏരിയയാണ് കേട്ടോ. ഇവിടെ എല്ലാ തരത്തിലുള്ള ഡ്രൈ ഫ്രൂട്ട്സുകളും ഉണ്ട്.
ഞാൻ മിക്സഡിൻ്റെ റേറ്റ് ചോദിച്ചപ്പോൾ 350 രൂപയാണ് ഇവർ പറഞ്ഞത്. അത് വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ പോയപ്പോഴത്തേക്ക് 150 രൂപയ്ക്ക് ഇവർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് നമുക്ക് ചോദിച്ചാൽ നമുക്ക് 200-150 രൂപയ്ക്ക് എല്ലാ സാധനങ്ങളും നമുക്ക് മേടിക്കാൻ പറ്റും. ഞാൻ നാട്ടിലൊരു ട്രോളി ബാഗ് മേടിച്ചത് 7000 രൂപയ്ക്കായിരുന്നു. എന്നാൽ എനിക്ക് ആ സെയിം ബാഗ് ഇവിടെ 1500 രൂപയ്ക്കാണ് ഇവന്മാർ തരാമെന്ന് പറഞ്ഞത്. അങ്ങനെ നമ്മൾ ചോർ ബസാറിനോട് വിട പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഇറങ്ങിയപ്പോഴത്തേക്ക് നമ്മൾ ഒരു കട കണ്ടു. ഇത് ജുമാസ്തിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. നമ്മളങ്ങനെ ഒരു ഗോലി സോഡയൊക്കെ കുടിച്ച് ഇവിടെ നിന്ന് ഇറങ്ങിയാണ് കേട്ടോ. നമ്മൾ രാവിലെ 6 മണിയായപ്പോഴത്തേക്ക് ചോർ ബസാറിൽ നമ്മൾ കയറിയാണ്. നമ്മൾ 11 മണിയായി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ. അത്രത്തോളം കാണാനുണ്ട് അവിടെ ചോർ ബസാറിൽ. സാധനങ്ങൾ മേടിക്കാനും കാണാനും അവിടെ ഉണ്ട്. ഇവിടെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഇവിടെയുള്ള ആൾക്കാർ പറയുന്നുണ്ട് വീഡിയോ എടുക്കരുത്, ഫോട്ടോ എടുക്കരുത്, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കാൻ സാധിച്ചില്ല. നമ്മളെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.